തൃശ്ശൂരിലെ കോൺഗ്രസ് പ്രവർത്തകർ പത്മജ ചേച്ചി എന്ന് തികച്ചു വിളിക്കില്ല. പത്മേച്ചി, അതായിരുന്നു ലീഡറുടെ മകൾ. ചതി, കൊടും ചതി. വെരി ഗുഡ്, വെൽക്കം. Modi ji is very strong. He is a very strong leader. ആദ്യ അമ്പേറ്റത് മുരളിയേട്ടന്റെ നെഞ്ചത്താണ്. വർക്കറ്റ് ഹോമുള്ള ആൾക്കാർക്ക് ഇത്രയൊക്കെ സീറ്റ് കൊടുത്ത, ഇത്രയൊക്കെ സ്ഥാനം കൊടുത്ത പോലെ ചേട്ടനായി പോയില്ലേ? ശരിക്കും പറയുകയാണെങ്കിൽ എൻ്റെ അനിയനാണെങ്കിൽ ഞാൻ 2 അടി കൊടുത്തേനെ. കാരണം 1.5 കൊല്ലം ഞാൻ ഒരു വീഴ്ച കഴിഞ്ഞു, എനിക്ക് വേറെ കുറേ അസുഖങ്ങൾ വന്നു, ഒക്കെ ചേട്ടന് മാത്രമേ അറിയുള്ളൂ. മുരളീധരനില്ലാത്ത കരുതൽ എന്തായാലും പാർട്ടിയിൽ അനിയനായ രാഹുൽ മാങ്കൂട്ടത്തിന് എങ്ങനെ വരാൻ? പത്മജ വേണുഗോപാൽ ഇനിയും കെ കരുണാകരൻ എന്ന തന്തയ്ക്ക് പിറന്നതല്ല എന്ന് തന്നെ വിശേഷിപ്പിക്കേണ്ടി വരും. രാഹുൽ എങ്ങനെ നേതാവായി എന്ന പത്മജയുടെ മറുപടി. പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിലല്ലേ, അദ്ദേഹം ഈ ടിവിയിലിരുന്ന നേതാവായതാ, അദ്ദേഹം എന്നോട് അത് പറയണം. മിണ്ടാതിരുന്നവരെ KB ഗണേഷ് കുമാർ ഓർമ്മപ്പെടുത്തി കരുണാകരനുണ്ടായിരുന്ന ആ കാലം. പണ്ട് കരുണാകരന്റെ വീട്ടിന്റെ ഉള്ളിലേക്ക് മുണ്ടിനിടയിൽ ഏത്തപ്പഴം തിരികൊണ്ട് ആളുകളകത്തേക്ക് പോകുമായിരുന്നു. അപ്പൊ അകത്തുനിന്ന് ഈ ഏത്തപ്പഴം ആരും കാണാൻ പുറത്തെടുക്കും, എന്നിട്ട് തൊലിശേച്ച് ഇതിങ്ങനെ തിന്നുകൊണ്ട് അകത്തുനിന്ന് ഇറങ്ങുക. അതായത് അകത്ത് ചെന്ന് അടുക്കളയിൽ നിന്ന് ഫ്രൂട്ട്സും ഏത്തപ്പഴവും ഒക്കെ എടുത്തുള്ള സ്വാതന്ത്ര്യം ഇദ്ദേഹത്തിനുണ്ട് എന്ന് പുറത്തു നിൽക്കുന്ന ചീഫ് സെക്രട്ടറിയും DGPയും അടക്കമുള്ളവർ ധരിക്കണം. പരിഹാസവുമായി LDF ഹാൻഡിലുകൾ നിറയുമ്പോഴാണ് ദല്ലാൽ നന്ദകുമാറിന്റെ പുതിയ വെളിപ്പെടുത്തൽ. തൃക്കാക്കര ബൈ ഇലക്ഷന്റെ നിയോജകമണ്ഡലം ചുമതല EP ജയനായനായിരുന്നു. അന്ന് അദ്ദേഹം ഈ വിഷയം ഞാനും അദ്ദേഹം കൂടി സംസാരിച്ചു. The former chief minister has gone and joined the BJP. Patmaja boy. ഒന്നുകൂടി കേട്ടാൽ എന്തോ സങ്കടം പോലെ ഒരു ശബ്ദം. Patmaja boy. പത്മജയെ പാളയത്തിലെത്തിച്ചത് വലിയ നേട്ടമായി തന്നെയാണ് BJP കാണുന്നത്. പക്ഷേ വോട്ട് പിടിച്ച് സഹായിക്കരുതെന്ന അപേക്ഷയാണ് തൃശ്ശൂരിലെ സ്ഥാനാർത്ഥിയും നേതാക്കളും പത്മജയോട് മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഇവരാവശ്യപ്പെട്ടിട്ടില്ല. അല്ല, അതിപ്പോൾ നമ്മൾ ജോലിസ്യന്മാരല്ല, എന്താ നാളെ സംഭവിക്കുക എന്ന് പറയാൻ. ചിലപ്പോൾ അവർ പറയില്ലെങ്കിൽ ഇല്ല, അത്രയേ ഉള്ളൂ. ഇലക്ഷൻ ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.